ഇന്ന് പറയാൻ പോകുന്നത് സിർദി സായി ബാബയെ കുറിച്ചാണ്. ഹരിശ്രീ ഗണപതായ നമഃ. ഓം സായി ശ്രീ സായി ജയ ജയ സായി. ഓം സായി ശ്രീ സായി ജയ ജയ സായി. സായിയുടെ ശ്രീ സായി സച്ചരിതം എന്ന ബുക്കിൽ നിന്ന് ഒരു കഥയാണ് പറയാൻ പോകുന്നത് കേട്ടോ. അതിൽ ഒരു വയസ്സായൊരു സ്ത്രീ, രാധാബായി ദേശ്മുഖ് എന്നാണ് ആ സ്ത്രീയുടെ പേര്. അപ്പോൾ ആ സ്ത്രീയാണെങ്കിൽ ഭയങ്കര കാശുകാരിയും നല്ല ഗുണങ്ങളുള്ള ഒരു സ്ത്രീയായിരുന്നു, വൃദ്ധയായിരുന്നു. അദ്ദേഹം കാണാനായിട്ടൊരു ദിവസം അവിടുത്തെ നാട്ടിലെ കുറേ ആൾക്കാരും ഒക്കെ കൂടിയിട്ട് വരികയാണ്. ഈ രാധാബായി ദേശ്മുഖ് എന്ന് പറയുന്നത് അവിടുത്തെ പ്രശസ്തമായ ഒരു കുടുംബത്തിലത്തെ മോളായിരുന്നു. അങ്ങനെ ആ വയസ്സായപ്പം ഈ സായിനെ കുറിച്ചൊക്കെ കേട്ടപ്പോൾ എല്ലാവരും വിചാരിച്ചു സായിനെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചു. അങ്ങനെ സായിനെ കണ്ട വശം ഒരു കാൽക്കൽ വീണ് ഇങ്ങനെ നമസ്കരിച്ചു. സായിയും സന്തോഷിച്ചു. അങ്ങനെ ഏറ്റവും വലിയ ഹോട്ടലിലാണ് ഇവർ താമസിക്കുന്നത്, ഇവിടെ ആൾക്കാരും ഒക്കെ കൂടിയിട്ട്. അങ്ങനെ താമസിക്കുമ്പോൾ ഇങ്ങോർക്കൊന്ന് തോന്നി, ഈ രാധാബായി ദേശ്മുഖിന് തോന്നി, എനിക്ക് സായിരെ എന്നൊരു മന്ത്രം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉപദേശം കിട്ടിയില്ലെങ്കിൽ ഞാൻ ഒരു തുള്ളി വെള്ളം കൂടി കുടിക്കാണ്ട് ഞാൻ മരിക്കുന്നു പറഞ്ഞിട്ട് വാശി പിടിച്ച് 3 ദിവസം വാശി പിടിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരുന്നപ്പോൾ ഈ സായിരെ എല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരാളുണ്ട്, ശ്യാമ എന്ന് പറഞ്ഞിട്ട്. ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തിന്. അപ്പോൾ അദ്ദേഹം പറയും, സായി ഈ വയസ്സായ വൃദ്ധനെ നമ്മൾ കാരണം കൊണ്ട് നമ്മൾ വിളിച്ചു വരുത്തിയിട്ട് വല്ലതും വന്നു കഴിഞ്ഞാൽ നാട്ടുകാർ മുഴുവൻ നമ്മളെ അനാവശ്യം പറയില്ലോ, അതുകൊണ്ട് സായി ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്ന് പറയും. അങ്ങനെ ഈ വൃദ്ധയെ വിളിച്ച് വരുത്തിയിട്ട് വൃദ്ധേനെ ഒരു അമ്മയെന്ന് വിളിക്കുക. അമ്മയ്ക്ക് എന്താണ് വേണ്ടത്, അമ്മയ്ക്ക് എന്ത് മന്ത്രമാണ് ഈ മകൻ തരേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഈ രാധാബായി ദേശ്മുഖിന് ഭയങ്കര ഒരു വിഷമമായി. നിങ്ങൾ എന്തിനാണ് ഈ പട്ടിണി കിടന്ന് മരിക്കാൻ പോകുന്നത്, ഞാൻ എൻ്റെ ഒരു കഥ പറയാമെന്ന് പറഞ്ഞിട്ട് സായിയുടെ സ്വയം കഥ പറയാണ്. എന്താണെന്ന് വെച്ചാൽ സായിക്ക് ഒരു ഗുരു ഉണ്ടായിരുന്നു. അങ്ങനെ 12 വർഷം അദ്ദേഹത്തിന് സേവിച്ചിരുന്നു. പക്ഷെ അദ്ദേഹം ഒരു മന്ത്രമോ വേറെ ഒന്നും അദ്ദേഹം കൊടുത്തില്ല, മന്ത്രമോ അല്ലെങ്കിൽ ഉപദേശമോ ഒന്നും കൊടുത്തില്ല. പക്ഷേ അങ്ങോര് ധ്യാനിച്ചിരിക്കുമ്പോൾ ഇങ്ങോര് ധ്യാനിച്ചിരിക്കും. അങ്ങനെ ഇങ്ങോർക്ക് ആ ഗുരു എങ്ങടാ പോകണമെന്നും എവിടെയാണ് പോകണമെന്നും ഗുരു മനസ്സിൽ എന്താ പറയണമെന്നും ഒക്കെ ഇങ്ങോർക്ക് അറിയായിരുന്നു. പിന്നെ ഇങ്ങോര് പറഞ്ഞു, അതെ എനിക്ക് സ്വയം കിട്ടി